കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് രജനീഷ് പാപ്പച്ചൻ. പത്തനംതിട്ട അടൂർ വടക്കടത്തുകാവിൽ ഇടിക്കാൻ പാഞ്ഞെടുത്ത കാട്ടുപന്നിയിൽ നിന്ന് രജനീഷ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ടുണ്ടായ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. CCTV ദൃശ്യങ്ങൾ കാണുന്ന വീടും ആ ഗേറ്റും ഇതാണ്. തലനാരിഴയ്ക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട രജനീഷ് പാപ്പച്ചൻ. ഞാൻ ഈ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു. പന്നിയെ കണ്ടിട്ട് ഇങ്ങോട്ട് മാറുകയും പന്നി കറക്റ്റ് വന്ന ആ പോയിന്റിലോട്ട് ഇടിക്കുകയാണ്. അവിടോട്ടെ കറക്റ്റ് ഇടിച്ച് ഇവിടെ നിന്നിരുന്ന ചേച്ചി പന്നി വരുന്നത് കണ്ടിട്ട് പന്നി വരുന്നെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേന് പന്നി ഇങ്ങനെ ഇടിക്കാൻ എത്തിക്കഴിഞ്ഞ്. ആ ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഇടി കൊണ്ടേനെ. ആ ഗേറ്റ് പിടിച്ച് പന്നി വന്നപ്പോഴത്തേനും ഇവിടെ പൊങ്ങിയപ്പോഴത്തേനും അങ്ങ് പോയി. പന്നി പാസ് ചെയ്തങ്ങ് ഇടിച്ച്. രജനീഷ് തന്ത്രപൂർവ്വം മാറി അങ്ങനെ ആ വന്ന ആയത്തിൽ നേരെ ഇവിടെയാണ് പന്നിയുടെ മുഖഭാഗം ഇടിക്കുന്നത്. അവിടെ ചെയറിൻ്റെ അടയാളമുണ്ട്. ഒപ്പം തന്നെ രക്തം പൊടിഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം പന്നി ഈ ഭാഗം വഴി കടന്നു പോവുകയാണ് ഉണ്ടായത്. കടയിലോട്ട് ഇറങ്ങിയതാ. MC റോഡിൻ്റെ സൈഡിലോട്ടെ MC റോഡിലോട്ട് പന്നി ഡയറക്റ്റ് ഇറങ്ങാതിരുന്ന വണ്ടിക്കാരെ രക്ഷപ്പെടും. ഏറത്ത് പഞ്ചായത്ത് 4-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ഇവിടെ ഏറെക്കുറെ 3 ആഴ്ചകൾക്ക് മുൻപും സമാനമായ രീതിയിൽ വീട്ടമ്മയ്ക്ക് നേരെ കാട്ടുപന്നി ഓടിയെടുത്തിരുന്നു. അങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ എലിസബത്ത് ബാബു എന്ന 58-കാരി കിണറിൻ്റെ ആൾമറയ്ക്ക് മുകളിൽ കയറുകയും അങ്ങനെ കാൽ വഴുതി അതിനുള്ളിൽ വീഴുകയും 22 മണിക്കൂറിന് ശേഷമാണ് പിന്നീട് അവരെ കണ്ടെത്തുകയൊക്കെ തന്നെ ചെയ്തത്. ചുരുക്കത്തിൽ ഈ മേഖലയാകെ രണ്ടാമത്തെ ഈ സംഭവത്തോടു കൂടി കൂടുതൽ ഭീതിയിലായിരിക്കുകയാണ്. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.